ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് മഞ്ചിഷ്ട സോപ്പ് എങ്ങനെ ഉണ്ടാക്കണം നോക്കട്ടോ. അതിൽ ഒന്ന് രണ്ട് ഓയിൽസും പിന്നെ മഞ്ചിഷ്ട പൗഡറും പിന്നെ ഈ ചെമ്പരത്തിൻ്റെ ഇതളും എല്ലാം ചേർത്തിട്ട് വേണം ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചെമ്പരത്തിൻ്റെ മൊട്ടും ഇതളും കൂടെ മിക്സിയിൽ ഇത്തിരി വെള്ളം ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തത് ഇത്തിരി വെള്ളം ചേർത്തോണ്ട് ഇത്തിരിയേ ഉള്ളൂ. അത്രയും മതി. 500 ഗ്രാമിൻ്റെ സോപ്പ് ബേസ് വെച്ചിട്ടാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അത്രയും മതി. എന്നുവെച്ചാൽ ഇതൊരു 50 ഗ്രാമിൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് കുറേ അതിൻ്റെ എണ്ണയും കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ എന്തായാലും 60-70 ഗ്രാമൊക്കെ വരും. അപ്പോൾ എന്തായാലും കൂടുതലാവണ്ടല്ലോ. അപ്പോൾ ഇത് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അരിച്ചെടുത്തിട്ട് അതിൻ്റെ നീര് മാറ്റി വെച്ച് എന്നിട്ട് സോപ്പ് ബേസ് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടോ. അപ്പോൾ സോപ്പ് ബേസ് ഇന്ന് ഞാൻ കൂടുതൽ കട്ട് ചെയ്യാതെ വെച്ചത്. എന്തായാലും കുറച്ച് സമയം എടുക്കും ഉരുകി വരാൻ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓണാക്കി അതിൻ്റെ മേലെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ സോപ്പ് ബേസ് ഉരുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പം എല്ലായിടത്തും ഒരേപോലെ കനം നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു പീസ് എടുത്ത് മാറ്റി വെച്ച് കൊടുത്തിട്ടോ. എന്താ വെച്ചാൽ ചെരിഞ്ഞ് നിന്നുകൊണ്ടാന്ന് വെച്ചിട്ട് എന്നുവെച്ചാൽ വെള്ളത്തിലല്ലേ, അപ്പോൾ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് കയറിയാൽ അത് നല്ലതല്ല സോപ്പിന്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ തെറ്റും. മാത്രമല്ല പച്ചവെള്ളം അങ്ങനെ കയറും. എന്താ ചൂടുള്ള വെള്ളമാണെങ്കിലും അത് കയറുമ്പോൾ ഇതിൽ ചേർക്കേണ്ട സാധനമല്ലല്ലോ. അപ്പം അതുകൊണ്ട് എല്ലായിടത്തും ഒരേ കനത്തിൽ നിൽക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ വെള്ളത്തിലിറക്കി വെക്കുമ്പോൾ. അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് ഉരുക്കി വന്നപ്പോൾ തന്നെ ഞാൻ ആ ചെമ്പരത്തിൻ്റെ പൂവിൻ്റെ ചാറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒഴിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ക്യാമറ ഓണാക്കി വെച്ച്, പക്ഷെ അത് ഓണായില്ലെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ശരിക്കും ഒഴിക്കുമ്പോൾ ഈ സൈഡിലുള്ള കളർ കണ്ടില്ലേ, ചുവപ്പ്, ആ കളർ തന്നെയാണ്. ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിൻ്റെ കളറ് മൊത്തം മാറി ഒരു ബ്ലാക്ക്, നീലയും ബ്ലാക്കും കൂടെ ചേർന്ന ഒരു കളറായിട്ടോ. സാധാരണ നമുക്കറിയാമല്ലോ, നമ്മൾ ചെമ്പരത്തിൻ്റെ പൂവ് കുറച്ച് നേരം നമ്മൾ താളിയാക്കി വെച്ചാൽ ഒരു കളറ് മാറുമല്ലോ, ആ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് വെച്ചാൽ മഞ്ചിഷ്ട പൗഡറാണ് കേട്ടോ. അത് മഞ്ചിഷ്ടാനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. മഞ്ചിഷ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീര സൗന്ദര്യത്തിനും സ്കിന്നിൻ്റെ അടയാളം, കുത്തുകൾ, പാടുകൾ, അതുപോലെ നിറം വെക്കാനൊക്കെ മഞ്ചിഷ്ട ഓയിലൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ കേട്ടിട്ടില്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള പ്രായമുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും. പിന്നെ അതിലേക്ക് ഞാൻ ദന്തപാല ഓയിലാണ് കേട്ടോ ചേർക്കുന്നത്. അയ്യപ്പാല വെളിച്ചെണ്ണ എന്ന് പറയും, അതും ചേർക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ നിങ്ങൾ കണ്ടാണല്ലോ, 1 ടേബിൾ സ്പൂണാണ് ഞാൻ ആ പൗഡർ ചേർത്തത്. അതുപോലെ 1 ടേബിൾ സ്പൂണ് തന്നെ ഞാൻ ആ ഓയിലും ചേർക്കുന്നുണ്ട്. ഇനി അടുത്ത നമ്മൾ അതേ ടേബിൾ സ്പൂണിന് 1 ടേബിൾ സ്പൂണ് പിന്നെ നാൽപ്പാമരാതി വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ കോട്ടക്കൽ ആയുർവേദശാലയിൽ നിന്ന് വാങ്ങുന്നതാണ്. നമുക്ക് ഇവിടെ വീട്ടിലുണ്ടാക്കാം, പക്ഷേ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. പക്ഷേ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരുപാട് പാടാവും. അപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഈ മഞ്ചിഷ്ടാൻ്റെ പീസ് അല്ലെങ്കിൽ മഞ്ചിഷ്ടാൻ്റെ പൗഡറോ ചേർത്ത് കൊടുത്തുണ്ടാക്കിയാലും മതി. മഞ്ചിഷ്ടാൻ്റെ പൗഡർ ചേർത്ത് ഓയിൽ ഉണ്ടാക്കലാണ് ഞാൻ ശരിക്കും ചെയ്യൽ. പക്ഷേ ഇതിപ്പോൾ ഏതായാലും ഈ ഓയിൽ ചേർക്കുന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ പൗഡർ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നിങ്ങളെ സൗകര്യം പോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു മിക്സും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഇത് മെൽറ്റാവാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം ഈ ഒരു സോപ്പ് ബേസിന് മെൽറ്റായി കിട്ടാൻ കുറച്ചൊരു പ്രയാസമുണ്ട്. പക്ഷെ നല്ല പതയുണ്ട്. അത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതുകൊണ്ടാണെന്ന് ഞാൻ അടുത്തടുത്ത് വിളിച്ച് സംസാരിച്ച പോലെ അങ്ങനെ പറഞ്ഞു കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്തതിൻ്റെ ഒരു സോപ്പ് ബേസ് ആകുമ്പോൾ കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം നല്ലപോലെ. പക്ഷേ ഞാൻ വെച്ച പാത്രം കുറച്ച് ബുദ്ധിമുട്ടുള്ള പാത്രമായതുകൊണ്ട് തന്നെ എനിക്ക് പിടിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിൽ ഇളക്കി എടുക്കുക ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ഇപ്പം ചേർത്ത് കൊടുത്തത് ഞാൻ ഗ്ലിസറിനാണ് കേട്ടോ. ഗ്ലിസറിനോടൊപ്പമുള്ള എന്താ വെച്ചാൽ പറയാം, ഗ്ലിസറിൻ ചേർന്നിട്ടുള്ള സോപ്പ് ബേസാണ് വാങ്ങുന്നതാണ് നല്ലത്. അതാകുമ്പോൾ ഗ്ലിസറിൻ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ചേർക്കാന്നുള്ളൂ. ഒരു തുള്ളി ചേർക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് ഗ്ലിസറിനാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇതിൻ്റെ സ്മെല്ലാണ് കേട്ടോ. ഏത് സ്മെല്ലാണോ നമുക്ക് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിൽ ലാവൻഡറാണ് ചേർത്ത് കൊടുത്തത് തോന്നുന്നു. അപ്പോൾ നല്ല പോലെ മെൽട്ടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ്
സ്മെല്ല് ചേർത്ത് കൊടുക്കാവുള്ളൂ, അതിൻ്റെ ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് പിന്നെ അവിടെ കിടന്ന് ചൂടാകും. നമ്മൾ ഈ സ്മെല്ല് ഇതിൻ്റെ ഫ്രാഗ്രൻസ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചൂടാക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് നമ്മൾ കുളിച്ച് തീരുന്നിടം വരെ ഇതിൻ്റെ സ്മെല്ല് നിൽക്കില്ല. പെട്ടെന്ന് നമ്മൾ വെള്ളത്തിൽ ഇത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ വെള്ളത്തിൽ അലിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഫുള്ള് സ്മെല്ലും പോവും. അപ്പം ഫുള്ള് ഉപയോഗിച്ച് തീരുന്നിടം വരെ സ്മെല്ല് നിൽക്കാൻ വേണ്ടി നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം ലാവൻഡർ സ്മെല്ല് ചേർത്ത് കൊടുത്തു ഞാൻ. എന്നുവെച്ചാൽ ലാവൻഡറോ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ ഏത് സ്മെല്ലാണ് ഇഷ്ടം അത് ചേർക്കാം. ഇനി സാൻഡലാണ്, ഇതിനൊക്കെ സാൻഡലാണ് ഒന്നുകൂടെ മേച്ചാവുക. കാരണം ഇത്രയും ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ടുള്ള സോപ്പല്ലേ. അപ്പോൾ എന്തായാലും സാൻഡലൊക്കെ നല്ല മേച്ചാവും. കാരണം ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ സോപ്പിൽ സാൻഡൽ ആഡ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇതിലും അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ലാവൻഡർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ലാവൻഡറിൻ്റെ ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുത്തവരെയും കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇന്നലെ ചെയ്ത പോലെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് പത കൂടാതെ ഒഴിച്ച് മാറ്റിയിട്ട് ആ പാത്രത്തിൽ നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, ഞാൻ അതിൻ്റെ കൂടെ നമ്പർ കൊടുക്കും കേട്ടോ, എൻ്റെ നമ്പർ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. പിന്നെ സോപ്പ് വേണമെങ്കിൽ, സോപ്പ് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്, സോപ്പ് വേണമെങ്കിലും ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. മെസ്സേജ് അയക്കാൻ നല്ലത്, വിളിക്കുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ സമയമില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ഈ മോൾഡിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓരോ മോൾഡിലേക്കും നിറഞ്ഞ് തൂത്ത് പോവാത്ത വിധത്തിൽ സാവധാനത്തിൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ സ്പീഡിൽ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങാണ്ട് നമ്മളെ ഒരു കയ്യിലൊരു ഇതുണ്ടാവണം. എന്ന് വെച്ചാൽ മൊത്തത്തിൽ അങ്ങ് കോരി ഒഴിക്കുമ്പോൾ ഒഴിക്കരുത്. നിറഞ്ഞ് തുളുമ്പി പോരാത്ത വിധത്തിൽ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. നിറച്ചു പാരണമെന്നൊന്നുമില്ല, ഒരു എന്താ പറയുക, നിറയണം എന്നേ ഉള്ളൂ, നിറഞ്ഞ് തുളുമ്പി നിൽക്കണമെന്നൊന്നുമില്ല. എന്തായാലും ഇതുകൊണ്ട് നമുക്ക് 5.5 സോപ്പ് കിട്ടിയിട്ടുണ്ട്. ശരിക്ക് 500 ഗ്രാം സോപ്പ് ബേസ് കൊണ്ട് 5 സോപ്പേ കിട്ടുള്ളൂ. 5 സോപ്പേ കിട്ടാൻ പാടുള്ളൂ, എന്നാൽ അതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് എന്ന് പറയും. പിന്നെ 5.5 സോപ്പൊക്കെ കിട്ടാം, കാരണം ചില സോപ്പ് ബേസ് ആകുമ്പോൾ 5.5, ഇതിപ്പോൾ 5.25 കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും, അത്രേ ഉണ്ടാവുള്ളൂ. 5.25 സോപ്പ് എന്ന് പറയാം, അത്രേ സോപ്പ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ 100 ഗ്രാമിൻ്റെ കേട്ടോ. അപ്പോൾ 100 ഗ്രാമിൻ്റെ മഞ്ചിഷ്ട സോപ്പ് ഞാൻ കൊടുക്കുന്നത് 60 രൂപക്കാണ് കേട്ടോ. അപ്പം അത്രയെങ്കിലും ഇല്ലെങ്കിൽ എനിക്കത് നഷ്ടം ലാഭം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പം ഞാൻ കൊടുക്കുന്നത്. അപ്പം ഞാൻ പിന്നെ നോക്കുന്നില്ല, എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് വിലയാകുമ്പോൾ ആൾക്കാർ വാങ്ങില്ലല്ലോ. അപ്പോൾ ഇതിൽ ഇത്രയും സാധനങ്ങളൊക്കെ, ഈ ദന്തപാല ഓയിലും പിന്നെ എന്താ പറയുക നാൽപ്പാമരാതി ഓയിലൊക്കെ നല്ല വില കൊടുത്തിട്ടാണ് വാങ്ങണം കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത് ലാസ്റ്റ് നമ്മൾ ആ പത നീക്കിയിട്ട് ഞാനൊരു ഇതിലേക്ക് മാറ്റി, അതിലുള്ള ഒരു മോൾഡിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടോ, ഒരു ക്യാവിറ്റിയിൽ ഞാൻ അതിൻ്റെ പത നീക്കി ഒഴിച്ച് വെച്ചിട്ട് ആ പത കണ്ടോ, അതും നമുക്ക് അതിലും ഉണ്ടാവും, നമുക്ക് സോപ്പാക്കി എടുക്കാൻ കണ്ടില്ലേ, അത്രയും ഉണ്ടാവും. അതും പത കുറച്ച് ഭാഗമേ ഉള്ളൂ, ബാക്കിയൊക്കെ സോപ്പ് തന്നെ ആയിട്ട് നിൽക്കണണ്ടില്ലേ. അത് നമുക്ക് യൂസ് ചെയ്യാമല്ലോ, വിറ്റില്ലെങ്കിലും. ഇനി എന്താ പറയുക, വേണമെങ്കിൽ ഇത്രയും വില തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാങ്ങുന്ന നമ്മൾ അടുത്തുള്ള ചേച്ചിമാരൊക്കെ വാങ്ങിക്കൊണ്ടുപോകലുണ്ട് കേട്ടോ, അങ്ങനത്തെയൊക്കെ വാങ്ങിക്കൊണ്ടുപോകലുണ്ട്. അതുപോലെ ഇങ്ങനത്തെ സോപ്പാണെങ്കിൽ ഇവിടെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ എന്നോട് അപ്പോൾ സോപ്പ് വാങ്ങൽ. അപ്പോൾ ഒരു പ്രാവശ്യം വാങ്ങി ഉപയോഗിച്ചവരൊക്കെ വീണ്ടും വീണ്ടും വാങ്ങുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, ഈ നമ്പറിൽ നിങ്ങൾ സോപ്പ് വേണ്ടവർ എന്നെ കോൺടാക്ട് ചെയ്യുക, മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മഞ്ചിഷ്ട സോപ്പിനൊക്കെ 50 രൂപൻ്റെ മേലെയാണ്. പിന്നെ 50 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്, 50, 60, 70, 80 അങ്ങനെയൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ പ്രിയപ്പെട്ടവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.